സെൽഫി എടുക്കുന്നതിനിടയിൽ അണക്കെട്ടിൽ വീണ 1 ലക്ഷം രൂപ വിലയുള്ള ഫോൺ കണ്ടെത്തുന്നതിനായി വെള്ളം വറ്റിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്റെ അധികാര ദുർവിനിയോഗം. പ്രാദേശിക ഡിവിഷണൽ ഓഫീസറിന്റെ വാക്കാലുള്ള അനുമതി വാങ്ങിയായിരുന്നു ഉദ്യോഗസ്ഥൻ തന്റെ അധികാരം ദുരുപയോഗം ചെയ്തത്. ഛത്തീസ്ഗഡിലാണ് സംഭവം. കാങ്കർ ജില്ലയിലെ കൊയിലിബിട ബ്ലോക്കിലെ ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ രാജേഷ് വിശ്വാസ് അവധിക്കാലം ആഘോഷിക്കാൻ കേർക്കട്ട അണക്കെട്ട് പരിസരത്തെത്തിയതായിരുന്നു. ഇതിനിടയിലാണ് സെൽഫി എടുക്കവേ തന്റെ സ്മാർട്ട് ഫോൺ വെള്ളത്തിൽ വീണത്. പ്രദേശവാസികൾ ഫോണിനായി മണിക്കൂറുകൾ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. തുടർന്നാണ് 3 ദിവസം കൊണ്ട് 21 ലക്ഷം ലിറ്റർ വെള്ളം ഒഴുക്കിക്കളഞ്ഞത്. 1500 ഏക്കർ കൃഷിയിടം നനയ്ക്കാനുള്ള ജലമായിരുന്നു ഇത്. ജലവകുപ്പിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് പമ്പിംഗ് തടഞ്ഞത്. 5 അടി വരെ വെള്ളം വറ്റിക്കാൻ മാത്രമേ വാക്കാൽ അനുമതി നൽകിയിരുന്നുള്ളൂ എന്നാണ് ഡിവിഷണൽ ഓഫീസർ പറയുന്നത്. ഛത്തീസ്ഗഡിൽ കൊടും ചൂടിൽ ജനങ്ങൾ കുടിവെള്ളത്തിനായി വാട്ടർ ടാങ്കുകളെ ആശ്രയിക്കുമ്പോഴാണ് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഈ നെറികേട്. ഔദ്യോഗിക വിവരങ്ങൾ അടങ്ങുന്ന ഫോണായതിനാലാണ് ഈ വിധം ഒരു തീരുമാനത്തിലെത്തിയതെന്നും ഫോൺ ലഭിച്ചെങ്കിലും 3 ദിവസം വെള്ളത്തിൽ കിടന്നതിനാൽ ഉപയോഗശൂന്യമായി പോയി എന്നുമാണ് ഉദ്യോഗസ്ഥന്റെ വിശദീകരണം. രാജേഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അനുമതി നൽകിയ ഉദ്യോഗസ്ഥനെതിരെയും കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മന്ത്രി അമർജിത് ഭഗത്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. Celebrate the moments of colors. KMT Silks, Perindalmanda, Kottakkal.